നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ വളരെയധികം പ്രത്യാശയോടുകൂടി വളരെയധികം ആഗ്രഹത്തോടുകൂടി ഇരുന്ന നീറ്റ് 2021 കഴിഞ്ഞു പോയിരിക്കുകയാണ്. നീറ്റ് 2021 നല്ലൊരു വിജയം നേടണം എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ എല്ലാവരും. ഇത്തരത്തിൽ ആഗ്രഹിച്ചത് കേരളത്തിൽ 1 ലക്ഷത്തോളം കുട്ടികളാണ്. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന 50,000 കുട്ടികളും അതുപോലെ തന്നെ +2 കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഏകദേശം 50,000 കുട്ടികളും വെറുതെ റാൻഡം ആയിട്ടുള്ള നമ്പറുകളാണ്. പക്ഷേ എങ്കിലും 1 ലക്ഷത്തോളം ആളുകൾ ഒരേ ആഗ്രഹത്തിന് വേണ്ടി തീർച്ചയായും കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നും എന്തെല്ലാമൊക്കെയോ കാരണങ്ങൾ കൊണ്ട് 1000 കുട്ടികളെ മാത്രം അല്ലെങ്കിൽ 2000 കുട്ടികളെ മാത്രമാണ് MBBS അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള 98% വരുന്ന വലിയ മെജോറിറ്റി ആളുകളും കനത്ത നിരാശയിലാണ്. അവരെല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങൾ പൊട്ടന്മാരാണ്, ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് തീരെ ബുദ്ധിയില്ലാത്തവരാണ്, ഞങ്ങൾ ഒന്നിനും അർഹതയില്ലാത്തവരാണ്. പല രീതിയിലുള്ള ചിന്തകൾ നമ്മളുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ സമയത്ത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സമയത്ത് ഇങ്ങനെയെല്ലാം തോന്നുക എന്നത് വളരെ സ്വാഭാവികമായ മനുഷ്യൻ്റെ ഗ്രീഫ് റിയാക്ഷൻ്റെ ഭാഗമാണ്. എന്താണ് ഗ്രീഫ് റിയാക്ഷൻ? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണമെന്ന് തോന്നുന്ന, നമ്മൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്ന, നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒന്ന് നമുക്ക് നഷ്ടമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മാനസിക പ്രക്രിയ മാത്രമാണ് ഗ്രീഫ് റിയാക്ഷൻ. സോ ഈ സമയത്ത് നമ്മൾക്കൊരു വർത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നും അറിയില്ല, മണ്ടനാണ്, പൊട്ടനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണ് എന്നൊക്കെ തോന്നുക ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലാണ് നിങ്ങൾക്ക് ഒന്നിനും കഴിവില്ല എന്നുള്ളത്. കാരണം എന്തെന്നാൽ, നിങ്ങൾ 1 വർഷം അല്ലെങ്കിൽ 1-ലധികം വർഷം വളരെ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആളുകളാണ്. സോ 1 വർഷമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എന്തായാലും വിജയിക്കാൻ പോകുന്നവരായിരിക്കും. നീറ്റ് എക്സാമിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ ഫ്യൂച്ചർ എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കുമെന്ന്. അതിനുള്ള കാരണവും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ 1 വർഷമായി ഒരു കാര്യത്തിന് പിന്നാലെ ഓടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഓരോരോ കാര്യങ്ങളും, ഓരോരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് ആൻസർ. കാരണം ഈ പറയുന്ന ഒരു ഗ്രീഫ് റിയാക്ഷൻ്റെ ഭാഗമായി 1, 2, 3, 4, 5, 6 ദിവസങ്ങൾ കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ ഒരു സങ്കടത്തിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും. ആ സമയത്ത് നിങ്ങൾ ഒരു പ്ലാൻ ബി ആണ് ഫോം ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്ലാൻ എ ഈ വർഷത്തെ 2021 നീറ്റ് ക്രാക്ക് ചെയ്ത് മെഡിക്കൽ കോളേജിൽ എത്തുക എന്നുള്ളതായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. സോ നമ്മൾക്ക് എന്ത് ചെയ്യണം? തീർച്ചയായും നമ്മുടെ സെക്കൻഡ് പ്ലാൻ ബി ഫോം ചെയ്യേണ്ടതുണ്ട്. പ്ലാൻ ബി ക്യാൻ ബി എനിത്തിങ്. നമ്മൾ ഒരിക്കലും വീണ്ടും ഇതിനു വേണ്ടിയിട്ട് ചാടി പുറപ്പെടുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് മാത്രമാവരുത്. നമ്മൾക്ക് മറ്റു ഓപ്ഷൻസുകളുണ്ട്. എന്ത് ഓപ്ഷനിൽ പോയാലും, മെഡിക്കൽ റിലേറ്റഡ് ആയാലും മെഡിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ പോലും എന്ത് ഓപ്ഷനുകളാണെങ്കിലും നിങ്ങൾ സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും. സോ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോപ്പ ഡോക്ടേഴ്സിൻ്റെ ഒരു കൗൺസിലിംഗ് സെല്ല് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അനുയോജ്യമായത് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്ത് തരാൻ കഴിയും. ഒരു കോഴ്സിനേക്കാൾ വലുതല്ല, ഒരു കോഴ്സും MBBSനേക്കാൾ ചെറുതല്ല. ഈ ബോധ്യം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകണം. ഇനി MBBS കിട്ടിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം സേഫ് അല്ല. MBBSൻ്റെ ഉള്ളിലും ഒരുപാട് അധികം പ്രശ്നങ്ങളുണ്ട്. അത് അധികമാരും അഡ്രസ്സ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ഡോക്ടർമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കത് നിങ്ങളോട് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കും. ഇനിയും നിങ്ങളുടെ തീരുമാനം റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും 1 വർഷം കൂടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നിങ്ങളെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ഞങ്ങളുണ്ടാകും. സോ എന്തിനും ഏതിനും നിങ്ങൾക്ക് ഡോപ്പയെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റിലാക്സ് ചെയ്യുക. നിങ്ങൾ കടന്നു പോകുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഗ്രീഫ് റിയാക്ഷൻ്റെ ഒരു ഭാഗത്തോടു കൂടിയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലായ്മ, വർത്ത്ലെസ്നെസ്, സ്വന്തമായിട്ടൊരു വിലയില്ലായ്മ, ഇതെല്ലാം സ്വാഭാവികം മാത്രമാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ തന്നെ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. എന്ത് ഡൗട്ടിനും എന്ത് കാര്യത്തിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളുടെ കോൺടാക്ട് നമ്പർ ഇവിടെയുണ്ട്. തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വരിക തന്നെ ചെയ്യും.